ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജർമ്മനിയിൽ എങ്ങനെ ഒരാൾക്ക് ഫിസിയോതെറാപ്പി പഠിക്കാൻ വരുന്നതിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ആവശ്യമുള്ളത്, അതുപോലെ തന്നെ നാട്ടിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളിന് ഇവിടെ വന്നിട്ട് എങ്ങനെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അവരുടെ ജോലി സാധ്യതകൾ എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫിസിയോതെറാപ്പി ഫീൽഡിനെ കുറിച്ച്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻസ് മെഡിക്കൽ ഫീൽഡിലുള്ള ചില ആൾക്കാരുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവരുടെ അറിവിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാം. എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ പരമാവധി ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇവിടെ അപ്പോൾ ഫിസിയോതെറാപ്പി പഠിക്കാനുള്ള ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 12th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം വിത്ത് ബയോളജി, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. പിന്നെ നല്ലൊരു അക്കാഡമിക് സ്കോർ ഉണ്ടായിരിക്കണം. അതായത് 60% അല്ലെങ്കിൽ എബോവ് 60% ആയിരിക്കണം മാർക്ക് വേണ്ടത്. അപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫിസിയോതെറാപ്പിക്ക് വേണ്ടത് ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. ജർമ്മൻ ലാംഗ്വേജ് B2 അല്ലെങ്കിൽ C1 ആണ് ഫിസിയോതെറാപ്പി പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ലാംഗ്വേജ് സ്കിൽസ്. അപ്പോൾ അത് ഗോയിത്തെ, ടെൽക്ക്, OST അങ്ങനെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വേണമെങ്കിലും പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഇംഗ്ലീഷ് അക്സെപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുകയുള്ളൂ. പക്ഷെ അത് പ്രൈവറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഫീസ് കൊടുത്ത് മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷിൽ ഇവിടെ വന്ന് ഫിസിയോതെറാപ്പി പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് നാട്ടിൽ പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മൻ ലാംഗ്വേജ് B2 അല്ലെങ്കിൽ C1 ആണ് ഇതിന്റെ ലാംഗ്വേജ് ആവശ്യമുള്ളത്. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പാണ് എൻട്രൻസ് എക്സാം. എൻട്രൻസ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില യൂണിവേഴ്സിറ്റികളിലെ റിക്വയർമെന്റ്സിൽ മെയിനായിട്ട് ഒന്നുകിൽ ജർമ്മൻ ലാംഗ്വേജിൽ ഒരു ഇന്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും. അതും അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ സ്റ്റുഡിയൻ കുളിക കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ സ്റ്റുഡിയൻ കുളിക എന്താണെന്ന് പല ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഇവിടെ വരാനിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഷോർട്ടായി ഒന്ന് പറയാൻ കേട്ടോ. സ്റ്റുഡിയൻ കുളിക എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേറ്ററി കോഴ്സാണ്. അത് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ, അതായത് ഇന്റർനാഷണൽ എന്ന് ഉദ്ദേശിച്ചത് ഇന്ത്യ പോലെയുള്ള സ്കൂളുകളിൽ നിന്ന്, ഇന്ത്യയിലൊക്കെ ഇപ്പോൾ +2 വരെ ഉള്ളൂ. അപ്പോൾ അത് ഈ ജർമ്മനിയിലെ ജർമ്മൻ അബിറ്റ്യൂറേറ്റ് ഇക്വിവലന്റ് അല്ല. അബിറ്റ്യൂർ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ അതുമായിട്ട് നമ്മുടെ നാട്ടിലെ +2 ലെവൽ ഇക്വിവലന്റ് അല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇവിടെ വന്നിട്ട് 1 ഇയർ, അതായത് 2 സെമസ്റ്റർ ആണ്, 1 ഇയർ ഉള്ള സ്റ്റുഡിയൻ കൊളീഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ഈ സ്റ്റുഡിയൻ കൊളീഗിനെ കുറിച്ച് മറ്റൊരു അവസരത്തിൽ പറയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് 1 ഇയർ കോഴ്സ് ആണ്. അത് 2 സെമസ്റ്റർ ആയിരിക്കും. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ ഒരു സെമസ്റ്ററിന് 200 മുതൽ 400 യൂറോ ആയിരിക്കും ഫീസ്. അതേസമയം ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ 2000 മുതൽ 8000 യൂറോ വരെ പെർ ഇയർ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ. അപ്പോൾ ഇതിന്റെ ഞാൻ ഈ പറഞ്ഞ ഫിസിയോതെറാപ്പിക്കുള്ള ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് +2 സർട്ടിഫിക്കറ്റ്, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഓഫ് കോഴ്സ് ജർമ്മൻ ലാംഗ്വേജ് B2 അല്ലെങ്കിൽ C1 പാസ്സായ സർട്ടിഫിക്കറ്റ്, CV, മോട്ടിവേഷൻ ലെറ്റർ, പിന്നെ റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആണ്. ഇത്രയാണ് ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ടുള്ളത്. അടുത്ത് നമ്മൾ സ്റ്റുഡന്റ് വിസയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ജർമ്മൻ നാഷണൽ വിസ D വിസയാണ്. അപ്പോൾ നമുക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ അഡ്മിഷൻ ലെറ്റർ വേണം. പിന്നെ നമ്മുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ ഒരു 10,000 to 12,000 യൂറോ പെർ ഇയർ നമ്മൾ കാണിക്കണം, ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കണം. പിന്നെ നമ്മുടെ അക്കാഡമിക് ഡോക്യുമെന്റ്സ്, ജർമ്മൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ഓഫ് കോഴ്സ് ഹെൽത്ത് ഇൻഷുറൻസ്, അത് ഇന്ത്യയിൽ നിന്നല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്നുള്ളത്. ഇത്രയുമാണ് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ്, വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഡോക്യുമെന്റ്സ്. അപ്പോൾ നമ്മൾ ഈ ജർമ്മനിയിൽ വന്നിട്ട് ഈ ഫിസിയോതെറാപ്പി പഠിക്കുന്ന ആ ഷൂളെ പറയുന്ന പേരെന്താണെന്ന് കൂടി പറയാം. ഫാഹ് ഹോക്ക് ഷൂളെ അല്ലെങ്കിൽ ബെറൂഫ്സ് ഫാഹ് ഷൂളെ. പേരൊക്കെ കുറച്ച് പാടാണ് കേട്ടോ. ഞാനിപ്പോ ഇത് ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിന്റെ ഒരു ഡിഫിക്കൽട്ട്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഓഫ് കോഴ്സ് നല്ല പോലെ അരച്ച് കലക്കി പഠിക്കുകയും അതുപോലെ സംസാരിക്കുന്ന ഒരു കഴിവും കൂടി ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉറപ്പായിട്ട് വേണം. അതുപോലെ തന്നെ ഈ ലാബ് അല്ലെങ്കിൽ ഫാർമസിയിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല ലാംഗ്വേജ് സ്കിൽസ് വേണം. പിന്നെ നേഴ്സുമാർക്ക് ഓഫ് കോഴ്സ്. ഇനി നിങ്ങളുടെ മനസ്സിൽ വരുന്ന മറ്റൊരു ചോദ്യമായിരിക്കും, ജർമ്മനിയിൽ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ അത് ഹൗസ് ബിൽഡിംഗ് കോഴ്സാണോ അതോ ഡിഗ്രി കോഴ്സാണോ എന്നുള്ളത്.
ജർമ്മനിയിൽ നേഴ്സിംഗ് ചെയ്യുന്നത് പോലെ തന്നെ ഹൗസ് ബിൽഡിങ്ങും ഉണ്ട് ഫിസിയോതെറാപ്പിക്ക്, അതുപോലെ തന്നെ ഡിഗ്രിയും ഉണ്ട്. അത് എന്താ ബാച്ചിലർ ഓഫ് ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് ചെയ്താൽ മതിയാവും. ഇവിടെ വർക്ക് ചെയ്യുന്ന മിക്ക തെറാപ്പിസ്റ്റുമാരും ഫിസിയോതെറാപ്പിസ്റ്റുമാരും ഹൗസ് ബിൽഡിംഗ് ചെയ്ത ആൾക്കാരാണ്. എന്താ പറയുക, മാനേജ്മെന്റ് ലെവലിൽ അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷൻ അല്ലെങ്കിൽ റിസർച്ച് എന്നീ ആ ഒരു ഇതിലോട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതൽ ഈ ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്നത്. ഇനി ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും, ഇപ്പോൾ ഡിഗ്രി ചെയ്ത ഒരാളിനെക്കാട്ടിയും സാലറി കുറവായിരിക്കും ഹൗസ് ബിൽഡിംഗ് ചെയ്ത ആളിന്. അങ്ങനത്തെ ഒരു ചിലപ്പോൾ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. ഇവിടെ ഡിഗ്രി ചെയ്താലും ഹൗസ് ബിൽഡിംഗ് ചെയ്താലും ഫിസിയോതെറാപ്പിയിൽ നിങ്ങൾക്ക് സാലറി സ്കെയിൽ ഏകദേശം ഒരുപോലെയാണ്. ഇനിയിപ്പോൾ സാലറി കുറിച്ച് പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ എന്താ പറയുക, ഒരു കോഴ്സ് കഴിഞ്ഞ് ജോലിക്ക് കയറുന്ന ഒരു തെറാപ്പിസ്റ്റിന്റെ സാലറി ഒരു ഫസ്റ്റ് 2 years 2500 മുതൽ 3000 യൂറോ വരെ ആയിരിക്കും സാലറി. ആഫ്റ്റർ 2 years ശേഷം ഒരു 4 years വരെ 3000 മുതൽ 3500 യൂറോ ആയിരിക്കും സാലറി. അതിനുശേഷം പ്ലസ് 3500. പിന്നെ നിങ്ങളിപ്പോൾ മാനേജ്മെന്റ് ലെവൽ അല്ലെങ്കിൽ സീനിയർ തെറാപ്പിസ്റ്റ് ലെവലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ സാലറി ചിലപ്പം 4000 പ്ലസ് അല്ലെങ്കിൽ 4500 പ്ലസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഇവിടുത്തെ ഒരു സാലറി സ്കെയിൽ. അപ്പോൾ ഇത്രയാണ് നാട്ടിൽ നിന്നും ജർമ്മനിയിലോട്ട് ഫിസിയോതെറാപ്പി പഠിക്കാൻ വരുന്ന ഒരാളിന് വേണ്ട ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക ക്വാളിഫിക്കേഷൻസ്. അതെല്ലാം നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വരും. അവർക്കതൊരു പ്രശ്നമായിരിക്കും, ചിലപ്പോൾ അറിയത്തില്ല. അവരുടെ ആ ഒരു റെസ്പോണ്ടിനെ ആസ്പദമാക്കി ഞാൻ വീണ്ടും നിങ്ങൾക്ക് അതിനുള്ള മറുപടീസ് തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത് ഇന്ത്യയിൽ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വരുന്ന ഒരാളിന് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇപ്പോൾ നാട്ടിൽ നിന്നും ജർമ്മനിയിലേക്ക് വരുന്ന ഫിസിയോതെറാപ്പിസ്റ്റിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് കോഴ്സ് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി 4.5 വർഷമാണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ അതിനോടൊപ്പം മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ ഈ ഡിപ്ലോമയൊക്കെ ചെയ്ത നമ്മുടെ നാട്ടിലൊക്കെ ഫിസിയോതെറാപ്പിക്ക് ഡിപ്ലോമ കോഴ്സസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെയുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതെനിക്ക് ഉറപ്പില്ല. പക്ഷേ മെയിനായിട്ട് അവർ പറയുന്നൊരു ഇതെന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി പ്ലസ് ഓഫ് കോഴ്സ് മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കഗ്നീഷൻ. എന്താ പറയുക, ബെറൂഫ്സ് അനേർഖനം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന നേഴ്സുമാര് ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ ഫിസിയോതെറാപ്പി ചെയ്ത ഒരാള് ജർമ്മനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മൻ അതോറിറ്റീസ് അത് ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. അപ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, പിന്നെ നമ്മുടെ ക്ലിനിക്കൽ അവേഴ്സ്, ട്രാൻസ്ക്രിപ്റ്റ് ഇതെല്ലാം ചേർത്ത് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇവിടുത്തെ ഒരു ക്വാളിഫിക്കേഷൻ ലെവലായിട്ട് ഫുള്ളി ഇക്വിവലന്റ് ആയില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന 2 കോഴ്സിൽ ഒരു കോഴ്സ് ചെയ്യേണ്ടി വരും. കെന്നിസ് പ്രൂഫും നോളജ് എക്സാം അല്ലെങ്കിൽ അൻപാസുംസ് ലെയർഗാങ്. ഈ 2 കോഴ്സുകളിൽ ഒരെണ്ണം നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇനി ലാംഗ്വേജിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫിസിയോതെറാപ്പി കൂടുതൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ പേഷ്യൻസുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്ന ഒരു ജോലിയുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് B2 അല്ലെങ്കിൽ C1, ചില ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ചില ക്ലിനിക്കുകൾ അവർ C2 വേണമെന്ന് പറയും, ചിലർ B1 B2 മതി എന്ന് പറയും. അപ്പോൾ ലാംഗ്വേജ് എന്തായാലും B2 മിനിമം ആണ്, B2 അല്ലെങ്കിൽ C2. പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകാർ ഒരു ഫാക്ഷ്പ്രാക്സ് പ്രൂഫും എന്ന് പറയുന്ന ഒരു എക്സാം, അതായത് ലാംഗ്വേജ് പ്രൊഫഷണൽ ലാംഗ്വേജ് ഇത് ചെയ്യാനുള്ള ഒരു എക്സാം അവർ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതും ചിലപ്പം പാസ്സാകേണ്ടി വരും. ഇനി ഇതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ പാസ്പോർട്ട്, ഓഫ് കോഴ്സ് പാസ്പോർട്ട്, പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്ലസ് മാർക്ക് ഷീറ്റ്, പിന്നെ നിങ്ങളുടെ എന്താ ട്രാൻസ്ക്രിപ്റ്റ് വിത്ത് സബ്ജക്റ്റ് ആൻഡ് അവേഴ്സ്, തിയററ്റിക്കൽ ആൻഡ് ക്ലിനിക്കൽ, പിന്നെ സിലബസ്, കോഴ്സ് കരിക്കുലം, പിന്നെന്താ പ്രൂഫ് ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, CV, മോട്ടിവേഷൻ ലെറ്റർ, പിന്നെന്താ ജർമ്മൻ ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള മറ്റു ഡോക്യുമെന്റ്സ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബെറൂസ് ഉർക്കുണ്ടെ അല്ലെങ്കിൽ ലൈസൻസ്. അത് നമ്മുടെ ഇങ്ങനെ നേരത്തെ പറഞ്ഞ അനിയർക്കനം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ റെക്കഗ്നേഷനും പിന്നെ ഈ ലാംഗ്വേജ് സർട്ടിഫിക്കേഷന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഈ
ഞാൻ ഈ പറഞ്ഞ ബറൂസ് ഉണ്ടാക്കി വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് ലൈസൻസ് ഫോർ പ്രാക്ടീസ്. അതിനുശേഷം നിങ്ങൾക്ക് ജർമ്മനിയിൽ എവിടെ വേണോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലിനിക്ക് പോലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് നേരിട്ട് ഒരു കോണ്ടാക്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് സീക്കർ വിസയിൽ വരാം. ജോബ് സീക്കർ വിസയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോലി കണ്ടെത്താവുന്നതാണ്. അതല്ല നിങ്ങളുടെ സ്പൗസ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിവിടെ എന്തെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് റെക്കഗ്നേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരു റിഫ്രഷ് ഫിസിയോതെറാപ്പി കോഴ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത്. ഒരു ഷോർട്ട് പീരീഡിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഒരു ഫിസിയോതെറാപ്പിയുടെ ഒരു കോഴ്സ് നാട്ടിൽ നിന്ന് വരുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ഇവിടെ നിന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു ഉപയോഗമായിരിക്കും. നിങ്ങൾക്ക് ഇവിടുത്തെ മെത്തേഡ്സും കാര്യങ്ങളും മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഓവറോൾ ഒരു റിഫ്രഷ്മെന്റ് അതാ ഒരു എന്താ പറയുക ഒരു പ്രോസസ്സാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു റിഫ്രഷ്മെന്റ് പ്രോഗ്രാം ചെയ്യാം. അത് നിർബന്ധമല്ല, ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നാട്ടിൽ നിന്നും ജർമ്മനിയിൽ വന്ന് ഫിസിയോതെറാപ്പി പഠിക്കാനിരിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ജർമ്മനിയിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ ജർമ്മനിയിലോട്ട് ജോലി നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.